നമസ്കാരം. രാജ്യം ഭരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത പ്രധാനമല്ലേ? പോലീസ് കോൺസ്റ്റബിളായി വർഷങ്ങളോളം ജോലി ചെയ്ത് രാഷ്ട്രീയത്തിലിറങ്ങി മന്ത്രിപദത്തിൽ എത്തിയവർ മുതൽ എഞ്ചിനീയറിംഗ് ഡ്രോപ്പൌട്ട്സ് വരെ മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. സ്വർണ്ണ മെഡലോടെ ബിരുദാനന്തര ബിരുദം നേടി രാഷ്ട്രീയ വഴി തിരഞ്ഞെടുത്തവരും PhDക്കാരും സ്കൂൾ കോളേജ് അധ്യാപകരുമെല്ലാം പട്ടികയിലുണ്ട്. ടൂൾ ഡിസൈനിലെ ഡിപ്ലോമയാണ് ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഒരാളുടെ യോഗ്യത. പൊതുവെ മന്ത്രിമാരുടെ വിദ്യാഭ്യാസ നിലവാരം മികച്ചതെന്ന് വ്യക്തം. ബിരുദക്കാരും നിയമബിരുദധാരികളുമാണ് കൂടുതൽ. MP-ആയി വർഷങ്ങൾക്ക് ശേഷം 2018-ൽ 12ാം ക്ലാസ് യോഗ്യത നേടിയ വനിതയും കൂട്ടത്തിലുണ്ട്. സത്യവാങ്മൂല പ്രകാരം ഗുജറാത്ത് സർവകലാശാലയിൽ നിന്നും MA പൊളിറ്റിക്കൽ സയൻസും ഡൽഹി സർവകലാശാലയിൽ നിന്നും BA-യുമാണ് ടീമിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗ്യത. പുതിയ മന്ത്രിസഭയിലെ 71 മന്ത്രിമാരിൽ 11 പേരും തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത 12ാം ക്ലാസ്സാണെന്നും 57 മന്ത്രിമാർക്ക് ബിരുദമോ അതിൽ കൂടുതലോ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെന്നുമാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട്. 71 മന്ത്രിമാരിൽ 15%, അതായത് 11 പേരും തങ്ങളുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത 12ാം ക്ലാസ്സാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിമാരിൽ ഗണ്യമായ ഭൂരിപക്ഷവും ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. 57 മന്ത്രിമാരിൽ 80% പേരും ബിരുദതലമോ അതിനു മുകളിലോ യോഗ്യതയുള്ളവരാണെന്നാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. 14 മന്ത്രിമാർ തങ്ങൾക്ക് അടിസ്ഥാന സർവകലാശാല ബിരുദമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. 10 മന്ത്രിമാർക്ക് നിയമം, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ തുടങ്ങിയ പ്രൊഫഷണൽ ബിരുദങ്ങളുമുണ്ട്. 26 മന്ത്രിമാർ ബിരുദാനന്തര ബിരുദമുള്ളവരാണ്. കൂടാതെ 7 മന്ത്രിമാർ ഡോക്ടറേറ്റ് ബിരുദം നേടി ഏറ്റവും ഉയർന്ന അക്കാദമിക് നേട്ടം കൈവരിച്ചവരുമാണ്. ഇവരെ കൂടാതെ ഡിപ്ലോമക്കാരായ 3 മന്ത്രിമാരുമുണ്ട്. ഇവർ തൊഴിൽപരമോ സാങ്കേതികപരമോ ആയ പരിശീലനം നൽകുന്ന പ്രത്യേക കോഴ്സുകൾ പൂർത്തിയാക്കിയവരാണ്. മോദി ക്യാബിനറ്റ് 3.0-ലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭൌതികശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയായ അദ്ദേഹം മിർസാപൂരിലെ KB പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജിൽ ഭൌതികശാസ്ത്ര അധ്യാപകനായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മെഹ്സാനയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സിയൂഷ സയൻസ് കോളേജിൽ ബയോകെമിസ്ട്രിക്ക് ചേർന്നു. ബിരുദ പഠനത്തിന് ശേഷം പിതാവിന്റെ ബിസിനസ്സിലും അമിത്ഷാ പ്രവർത്തിച്ചിട്ടുണ്ട്. നിതിൻ ഗഡ്കരി ഏറ്റവും കൂടുതൽ കാലം റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ വകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ്. GS കോമേഴ്സ് കോളേജിൽ നിന്നും BCom-ഉം നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB-യുമാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. ഭാരതീയ ജനതാ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മന്ത്രിസഭയിലെത്തിയ JP നദ്ദ പട്ന സർവകലാശാലയിലെ പട്ന കോളേജിൽ നിന്നും BA-യും ഷിംലയിൽ നിന്ന് LLB-യും നേടിയിട്ടുണ്ട്. മന്ത്രിസഭയിലെ തലമുതിർന്ന നേതാവ് ശിവരാജ് സിംഗ് ചൌഹാൻ ഭോപ്പാൽ സർവകലാശാലയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ സ്വർണ്ണ മെഡലോടെ MA ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും MPhil-ഉമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ യോഗ്യത. 1977 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറിയായ ശേഷമാണ് രാഷ്ട്രീയത്തിലെത്തുന്നത്. അദ്ദേഹത്തിന് JNU-ൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും PhD-യുമുണ്ട്. മുൻ IAS ഉദ്യോഗസ്ഥനായിരുന്നു അശ്വിനി വൈഷ്ണവ്. കാൺപൂർ IIT-യിൽ നിന്ന് MTech സ്വന്തമാക്കിയിട്ടുണ്ട്. 1974 ബാച്ച് IFS ഉദ്യോഗസ്ഥനായിരുന്നു ഹർദീപ് സിംഗ് പുരി. 2009 മുതൽ 2013 വരെ UN-ൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി കൂടിയായിരുന്നു അദ്ദേഹം. നിയമബിരുദധാരിയാണ് കിരൺ റിജിജു. ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി. സർവകലാശാല ബാസ്കറ്റ്ബോൾ താരമായിരുന്നു മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. സുപ്രീംകോടതി അഭിഭാഷകനായിരുന്നു ഭൂപേന്ദ്ര യാദവ്. ഡിപ്ലോമ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് G കിഷൻ റെഡ്ഡി. ബിരുദധാരികളാണ് BJP നേതാവ് പ്രഹ്ലാദ് ജോഷി, ഗിരിരാജ് സിംഗ്, JDU നേതാവ് ലല്ലൻ സിംഗ്, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിതൻ റാം മഞ്ചി, JDS നേതാവ് HD കുമാരസ്വാമി എന്നിവർ. നരവംശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ യോഗ്യത. ചാർട്ടേഡ് അക്കൌണ്ടന്റ് ആയിരുന്നു വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. US-ൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമാണ് TDP യുവ നേതാവ് റാം മോഹൻ നായിഡുവിന്റെ യോഗ്യത. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള മറ്റൊരാളാണ് BJP നേതാവ് ജൂറൽ ഓറം. പോലീസ് കോൺസ്റ്റബിളായി 14 വർഷം ജോലി ചെയ്ത ശേഷം രാഷ്ട്രീയത്തിലിറങ്ങിയ ആളും മോദിയുടെ പുതിയ ക്യാബിനറ്റിലുണ്ട്. ഗുജറാത്ത് BJP-യുടെ അധ്യക്ഷൻ CR പാട്ടീൽ. പ്രമേഹ രോഗ വിദഗ്ധനായ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അടക്കം 3 പേർ ഡോക്ടർമാരാണ്. ജ്യോതിരാദിത്യ സിന്ധു ഉൾപ്പെടെ 3 പേർ MBA-ക്കാരാണ്. IIT MTech ബിരുദധാരിയടക്കം 3 പേർക്ക് എഞ്ചിനീയറിംഗ് പശ്ചാത്തലമുണ്ട്. എന്നാൽ ചിരാഗ് പാസ്വാൻ എഞ്ചിനീയറിംഗിന് ചേർന്നെങ്കിലും പൂർത്തിയാക്കിയില്ല. പ്രൊഫഷണൽ യോഗ്യതയുള്ളവരിൽ നിയമബിരുദക്കാരാണ് ഏറ്റവും കൂടുതൽ, 12 പേർ. 3 പേർക്ക് B.Ed ആണ് യോഗ്യത. ടൂൾ ഡിസൈനിൽ ഡിപ്ലോമ നേടിയ കിഷൻ റെഡ്ഡിയും ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഡിപ്ലോമ നേടിയ പവിത്ര മാർഗരിറ്റയും പട്ടികയിലുണ്ട്. MP-ആയി വർഷങ്ങൾക്ക് ശേഷം 2018-ലാണ് മധ്യപ്രദേശിൽ നിന്നുള്ള സാവിത്രി ഠാക്കൂർ 12ാം ക്ലാസ് യോഗ്യത നേടിയത്. രണ്ടാം മന്ത്രിസഭയുടെ തുടർച്ച എന്ന നിലയിലാണ് ഈ ക്യാബിനറ്റിനെയും മോദി കാണുന്നത്. ഡൽഹിയിലെ സൌത്ത് ബ്ലോക്കിലെ തന്റെ ഓഫീസിലെത്തി ചുമതലയേറ്റ പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ച ഫയൽ PM കിസാൻ നിധിയുടെ 17ാം ഗഡു വിതരണം ചെയ്യാനുള്ളതാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 3 കോടി പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിന് ആദ്യ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. വരും നാളുകളിൽ 3ാം മോദി സർക്കാരിന്റെ ഭരണം എങ്ങനെയെന്ന ആകാംക്ഷയിലാണ് രാജ്യം. വാർത്തയുടെ നിറം തേടി തനി നിറം.